ഹായ്, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ആകുമ്പോൾ തന്നെ എല്ലാവർക്കും നത്തപ്പൂക്കളവും ഓണവും എല്ലാം കൊണ്ട് മനസ്സ് വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ ആ ഒരു നെറുകയിൽ നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരു മധുരമായാലോ ഇന്ന്? ഇൻഷാ അല്ലാഹ് നല്ല ഒരു നമുക്ക് കാരമൽ പുഡിങ് ചെയ്യാം ഇന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ട് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ, ഒരു കപ്പ് ഷുഗർ ചെയ്തിട്ട് നന്നായിട്ടത് മെൽറ്റായിട്ട് എടുക്കാം. മെൽറ്റായിട്ട് കാരമലായിട്ട് എടുക്കാം. പഞ്ചസാര ഇപ്പോൾ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതി, ഡാർക്ക് ആവരുത്, ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് മാത്രം മതി. ഡാർക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഈ കാരമൽ ഈ പുഡിങ്ങിന് ചെറിയ കളർ വ്യത്യാസം വന്നാൽ കയ്പ്പായി പോവും. അതായത് കാരമൽ എപ്പോഴും ഇങ്ങനെ ഗോൾഡൻ കളറിലിരിക്കണം. ഞാൻ കുറച്ച് പാല് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരമൽ ചെയ്ത് കഴിഞ്ഞാൽ പാല് നമ്മൾ ഒരുമിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഫുള്ളും അങ്ങ് സെറ്റായിപ്പോയി. പിന്നെ നമുക്കത് ലൂസാക്കിയിട്ടാൽ ഒത്തിരി താമസം എടുക്കും. ഇതിപ്പോൾ തന്നെ നമ്മൾ മിൽക്ക് ഒഴിക്കുമ്പോൾ തന്നെ അത് കാരമെല്ലാം കട്ടിയാവും. അത് ലൂസായി വരും. അത് നമ്മൾ ടെൻഷൻ അടിക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് പാൽ എത്രത്തോളം നല്ല പോലെ തിളച്ച് വരുമോ അതനുസരിച്ച് ആ കാരമൽ ലൂസായി വരും. ഞാൻ ചെറിയ 2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. ഷുഗർ വേണമെന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം. വേണ്ട, ഈ കാരമലിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഷുഗർ മതിയെങ്കിൽ അത് മാത്രം മതി. ഇപ്പോൾ ഏകദേശം കാരമലായിട്ടുള്ള ഷുഗർ കുറേശ്ശെ മെൽറ്റായിട്ടുണ്ട്. ഞാൻ കുറേശ്ശെയാണ് പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുമിച്ച് ഒഴിച്ച് കൊടുത്താൽ അത് പിന്നെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതിനെ നമുക്ക് മെൽറ്റാക്കി എടുക്കാൻ അത് കട്ടി പിടിച്ചു പോകും. കുറേശ്ശായിട്ട് എടുക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആയെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ടച്ച് ചെയ്യുകയും എന്നാലേ ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് എത്തുന്നതാണ് എല്ലാവർക്കും. ഇൻഷാല്ലാ ഞാനത് കാരമൽ ചെയ്ത് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് അതിൽ അടുത്തതായിട്ട് ഒരു 2 മുട്ട ജസ്റ്റ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഓവർ ബീറ്റിംഗ് ഒന്നും വേണ്ട. അല്പം ഒരു 1/4 സ്പൂൺ വാനില എസൻസ് കൂടി, ആ മുട്ടയുടെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് 1/4 സ്പൂൺ വാനില എസൻസ് കുടിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വളരെ നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ഒരു പുഡിങ്ങാണിത്. ഇത് നമുക്കിപ്പോൾ ഗസ്റ്റ് വന്നിരിക്കുന്ന ടൈമിൽ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഇരിക്കുന്ന ഗസ്റ്റ് ആണെങ്കിൽ നമുക്കിത് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞ് തണുപ്പിച്ച് എടുത്ത് കൊടുക്കാം. നല്ല വിശേഷ ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ അറിയുമല്ലോ, അപ്പോൾ തലേ ദിവസമൊക്കെ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു സർപ്രൈസ് ആയിപ്പോൾ. അത്രയ്ക്കും നല്ല ടേസ്റ്റ്, നല്ല വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങാണിത്. ഇതിൽ മുട്ടയുടെ കൂട്ടിലേക്ക് നേരത്തെ ഞാൻ കാരമലും മിൽക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് കുറേശ്ശായിട്ട് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ആ കാരമലിൻ്റെ മിക്സിങ് ഒന്ന് ചൂടാറിയതിന് ശേഷമേ മുട്ടയുടെ മിക്സിങ്ങിലേക്ക് ചേർക്കാവൂ. അല്ലെങ്കിൽ മുട്ട വെന്ത് പീസായിട്ടായിപ്പോവും. മുട്ടയുടെ ആ ഒരു സ്ട്രക്ചർ അറിയാമല്ലോ. മുട്ട ചൂട് ഒഴിച്ച് കഴിഞ്ഞാൽ അതപ്പോഴേ അത് വെന്ത് പോകും. ഇതുപോലെ കാരമൽ ചെയ്തത് കുറേശ്ശായിട്ട് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊരു നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മൾ ഓവനിൽ വെക്കുന്നത് അതിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. അത് ചായ അരിപ്പിൽ തന്നെ നമുക്ക് അരിച്ചൊഴിക്കാം. വന്നാൽ ശരിക്കും അതിൻ്റെ പൊടിയെല്ലാം പോവുള്ളൂ കറക്റ്റ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചെറിയ കുമിളകൾ, അതായത് ചെറിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ചെറുതായിട്ടൊക്കെ നീക്കി കൊടുത്തിട്ട് ഞാൻ ഓവനിലല്ല വെക്കുന്നത്. ഓവൻ സെറ്റപ്പായിട്ട് ഞാനൊരു ബിരിയാണി പോട്ടാണ് അടുപ്പ് വെച്ചേക്കുന്നത്. അതിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ പുഡിംഗ് പാത്രം അതിലേക്ക് വയ്ക്കാം. പുഡിങ്ങിന് ഒഴിച്ചിട്ടുള്ള ഈ കാരമൽ ചെയ്ത എല്ലാം കൊണ്ട് ചേർത്തിട്ടുള്ള ഞാൻ ആ റിങ്ങിലേക്ക് ഇറക്കി വയ്ക്കാം. നല്ല ചൂട്, കൈയൊന്നും പൊള്ളിപ്പോവാത്ത രീതിയിൽ സൂക്ഷിച്ച് വെക്കണം. നല്ല ആവി പറക്കുന്നു. നല്ല ആവി അടിച്ചു കഴിഞ്ഞാൽ വെള്ളം വീണ് പൊള്ളുന്നതിനേക്കാളും കയ്യിൽ ശരിക്കും ആവി അടിച്ചു കഴിഞ്ഞാൽ നല്ല പൊള്ളിപ്പോവും. ഇനി ഇത് അടച്ച് ഒരു 25-30 മിനിറ്റ്
ഞാൻ ഇതിൽ ചേർക്കാനായിട്ട് ഇനി എക്സ്ട്രാ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫ്രൈ പാൻ അടുപ്പി വെച്ചിട്ട് ചെറിയൊരു സ്പൂൺ ഷുഗർ ഒന്ന് കാരമൽ ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക ബദാമും കാഷ്നട്ടും കുറേശ്ശെ ഒരു 10 വീതം ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് കാരമൽ ചെയ്തിട്ട് ഇതിൽ ഈ കാരമൽ ചെയ്ത ഈ ഒരു ഇതിലേക്ക് നട്ട്സ് എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നട്ട്സ് ഇത് മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിൽ ബട്ടർ തേച്ച് അതിലോട്ട് മാറ്റേണ്ടതായിരുന്നു. നമുക്ക് പെട്ടെന്ന് എടുക്കാമായിരുന്നു. ഞാൻ ഇതിൽ തന്നെ പാനിൽ തന്നെ വെച്ചിരുന്നു. അത് തിരിച്ചെടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പോൾ ഇനി ചെയ്യുന്നവർ അറിയാതെ അങ്ങനെ ചെയ്താൽ പെട്ടുപോകും. പിന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് ആണ് ഞാൻ പിന്നെ അന്ന് കല്ലിലിട്ട് ഇടിച്ചൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടിച്ചെടുത്തിട്ടും കുറച്ച് പൊടിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ കൊച്ചുമക്കളൊക്കെ ഇങ്ങനെയൊക്കെ പൊടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇപ്പോൾ ഇത് ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. നമ്മുടെ പുഡിങ് ഹാഫ് വേവ് ആയതിനു ശേഷം ഞാനത് അടപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ പൊടിച്ച് വെച്ചിരുന്ന നട്ട്സിൻ്റെ കാരമൽ ചെയ്ത നട്ട്സിൻ്റെ കൂട്ട് ഞാൻ കുറേശ്ശെ ഒരു സ്പ്രെഡ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഫുള്ളും പുഡിങ്ങിലേക്ക് അത് മിൽക്കിൻ്റെ അത് ഉള്ളിലോട്ടങ്ങ് താഴ്ന്നതങ്ങ് പോകും. അപ്പോൾ ഇത് ഹാഫ് കുക്കായിട്ട് മുകൾ ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അത് അങ്ങനെ തന്നെ കിടക്കും. കട്ട് ചെയ്യുമ്പോൾ അടിഭാഗത്ത് നല്ല സോഫ്റ്റും മുകളിൽ നല്ല ഒന്ന് ക്രഷായിട്ടൊന്ന് കടിക്കാനായിട്ടൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. ഇതുപോലെ പുഡിങ് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതിൽ എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടിയോ ജലാറ്റിനോ എന്തെങ്കിലും വേണമെങ്കിലും ചേർക്കാം. ഞാൻ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. ഇത് ജസ്റ്റ് ഇത് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ അടിപൊളിയാണ്. മറ്റൊന്നുമില്ല. ആകെ 3-4 ഐറ്റംസ് മാത്രം ചേർത്ത് ഉണ്ടാക്കിയതാണ്. നല്ല ഇപ്പോൾ തന്നെ ഒരു 3/4 വേവായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി പൊടിച്ച് വെച്ച നട്ട്സിൻ്റെ ഒരിത് ഞാനിങ്ങനെ പൊടിച്ചെടുത്തത്. എന്നാൽ നന്നായിട്ട് മാവ് പോലെ പൊടിഞ്ഞിട്ടുമില്ല. നമ്മൾ ബിസ്ക്കറ്റൊക്കെ പൊടിക്കും പോലെ ചെറിയ ക്രിസ്പിനെസ് ഉണ്ട്. നന്നായിട്ടൊന്ന് എന്നിട്ട് മൊത്തത്തിൽ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടി ചെറിയ തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ് കറക്റ്റ് എല്ലാം റെഡി ആയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂർ വെച്ച് തണുപ്പിച്ചിട്ടാണ് എടുത്തത്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് അതിനകത്ത് നിന്നില്ല എടുക്കാൻ വേണ്ടി. എടുത്തപ്പോൾ കുറച്ചങ്ങ് വീണുപോയി. പിന്നെ ഞാൻ ഒരു സ്പാറ്റില വെച്ചിട്ട് അതെടുത്തപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പുഡിങ്ങാണ്.